പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ക്വാഡ് രാഷ്ട്രങ്ങൾ. ഭീകരാക്രമണത്തിന് പിന്തുണ നൽകിയവരും ഗൂഢാലോചന നടത്തിയവരും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ക്വാഡ് രാഷ്ട്രങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഭീകരാക്രമണങ്ങളോട് വിട്ടുവീഴ്ച പാടില്ലെന്ന് നിലപാട് എസ് ജയശങ്കർ വാഷിംഗ്ടണിൽ ചേർന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. വാഷിംഗ്ടണിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനമാണ് പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചത്. ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നവരും പിന്നിൽ പ്രവർത്തിക്കുന്നവരും ഭീകരതയ്ക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇക്കാര്യത്തിൽ കാലതാമസം ഉണ്ടാകരുത്. UN അംഗരാജ്യങ്ങളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കണമെന്നും വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ കർശന നിലപാട് വേണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. About terrorism in the light of our recent experience, the world must display zero tolerance. Victims and perpetrators must never be acquitted, and India has every right to defend its people against terrorism, and we will exercise that right. We expect our Quad partners to understand and appreciate that. India plans to host the next Quad summit. We have some proposals on how to make that productive. I'm sure so do our partners. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനം അനുശോചനം അറിയിച്ചു. UN അംഗരാജ്യങ്ങൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ധാരണകളുടെയും അനുബന്ധ സഹകരണ നീക്കങ്ങളുടെയും അടിസ്ഥാനത്തിൽ പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.